എസ് ലെറ്റർ നമ്പർ പ്ലേറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എസ് ലെറ്റർ വരുന്നത് ഈ നമ്പർ പ്ലേറ്റിൽ ഫസ്റ്റ് എസ് ലെറ്റർ വരുന്നത്. ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ MOT ടെസ്റ്ററായി. MOT ടെസ്റ്റ് ചെയ്യുന്നതാണ്. MOT ലൈസൻസ് ഉണ്ട്. ഡ്രൈവ് ബെൽറ്റ് നമ്മൾ ഡ്രൈവ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ടൈം ബെൽറ്റ് അല്ല, ക്യാം ബെൽറ്റ് അല്ല, ഡ്രൈവ് ബെൽറ്റിൻ്റെ കണ്ടീഷനാണ് നോക്കുക. ഓട്ടോഡാറ്റ എന്നാണ് അതിന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് UK നമ്മുടെ സ്വന്തം ലിവർപൂളിലുള്ള ഒരു മലയാളി വർക്ക്ഷോപ്പിലാണ്. കാര്യം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ബ്രോ നിങ്ങൾ എവിടെയെങ്കിലും നല്ലൊരു മലയാളി വർക്ക്ഷോപ്പ്, ഒന്ന് മെക്കാനിക് ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ലിവർപൂളിൽ തന്നെ ഒരു വർക്ക്ഷോപ്പും പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിലും MOTയിലോട്ട് അടുക്കുവാണ്. പിന്നെ ക്ലച്ചിനാണെങ്കിലും കുറച്ച് പണി കാണിച്ചു തന്നപ്പോൾ എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു പേരാണ്. അപ്പോൾ എന്താണ് നമുക്ക് ജസ്റ്റ് ഈ വർക്ക്ഷോപ്പ് ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനെയും പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എൻ്റെ പേര് റോയ്, ഞാനാണ് ഇതിൻ്റെ ഓണർ. നമ്മുടെ മലയാളി കസ്റ്റമറാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ ഇംഗ്ലീഷുകാർ, പിന്നെ ആഫ്രിക്കൻസ് അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. കൂടുതലും മലയാളി കസ്റ്റമേഴ്സാണ്. നാട്ടിലെവിടെയായിരുന്നു? നാട്ടിൽ ഞാൻ ആലപ്പുഴയാണ്. പിന്നെ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 91 തൊട്ട് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമായിരുന്നു. സൗദി, ഖത്തർ, ബഹ്റിനിലെ പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവിടെ 2002 ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ MOT ടെസ്റ്ററായി. MOT ടെസ്റ്റ് ചെയ്യുന്നതാണ്. MOT ലൈസൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ MOT പിന്നെ ഒരു 2-3 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ MOT എടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ വർക്ക്ഷോപ്പിൽ എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്? പിന്നെ വാഹന സംബന്ധമായ എല്ലാ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ വർക്കുകളും നമ്മളിപ്പം സർവീസ് ചെയ്യണം. വണ്ടി ഫുൾ സർവീസ്, അതിൻ്റെ പിന്നെ ആനുവൽ സർവീസ്, പിന്നെ അതുകൂടാതെ ലൂപ്പ് സർവീസ്. ഇപ്പം ഫുൾ സർവീസിനകത്ത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ഫുൾ സർവീസിന് വന്ന് നടക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓയില്, അതിൻ്റെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഇതെല്ലാം മാറും. ഇപ്പോൾ വണ്ടി ഡീസലാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ പെട്രോൾ ആണെങ്കിൽ അതിൻ്റെ പിന്നെ സ്പാർക്ക്പ്ലഗൊക്കെ മാറും. പിന്നെ അതിനകത്ത് ആൻറ്റി ഫ്രീസ്, സ്ക്രീൻ വാഷ്, ബ്രേക്ക് ഫ്ലൂയിഡ് ഇതെല്ലാം നമ്മൾ ടോപ്പപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വണ്ടി ഇങ്ങനെ റാമ്പിൽ മേളിപ്പൊക്കി സസ്പെൻഷനെ കാര്യങ്ങളെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിൽ സ്പ്രിങ്, ഷോക്കസറെ, പിന്നെ ബാക്കി ബ്രേക്ക് ഡിസ്ക്, അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും, മൊത്തം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്നതിന് കൂടാതെ ടയർ പ്രഷർ 4 വീലിൻ്റെ നോക്കും. എല്ലാം പിന്നെ ടയർ പ്രഷർ, അതിൻ്റെ ബെയറിങ് റൊട്ടേറ്റ് ചെയ്ത് നോക്കും, വീൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കും, ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ എവരിത്തിങ്. പിന്നെ അണ്ടർ ബോഡി ഫുള്ളി ചെക്ക് ചെയ്യും. എന്ന് പറയാൻ ഒരു ഫുൾ സർവീസ് ചെയ്ത് ഇറങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ആയിരിക്കണം. അല്ലേ, അതാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മളിപ്പം എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഈവൻ അതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മളിപ്പം കസ്റ്റമർ കൊണ്ടുവരുന്ന വണ്ടി നമ്മളിപ്പം സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ ബ്രേക്ക് പാഡില്ല അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഉടനെ സീരിയസ് കേസാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ ഇല്ല എങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു 2-3 മന്ത്സ് കഴിഞ്ഞ് മാറിയാൽ മതി എങ്കിലും തന്നെ നമ്മൾ കസ്റ്റമർക്ക് അഡ്വൈസ് ചെയ്ത് ഇന്ന സാധനങ്ങൾ നമ്മൾ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യും. അതാണ് ശരിക്കും നമ്മുടെ ഷോപ്പ് വന്ന ഒരു ടൈമിംഗ് എന്താണ്? നമ്മുടെ വർക്കിംഗ് ടൈമിംഗ്? ഇപ്പോൾ ഞങ്ങൾ രാവിലെ 8-8:30 തൊട്ട് വൈകുന്നേരം 5:30 വരെയുണ്ട്. 5:30 വരെയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 തൊട്ട് 2:30 വരെ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക്. നമുക്ക് മൺഡേ ടു സൺഡേ, മൺഡേ ടു സാറ്റർഡേ ആണ്. പക്ഷേ ഞങ്ങൾ സാറ്റർഡേയിൽ ഞങ്ങളൊരു 1 o'clock അല്ലെങ്കിൽ 2 o'clock അറ്റ്ലീസ്റ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാറ്റർഡേ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സൊക്കെ ഒരു 12 o'clock 1 o'clock ആകുമ്പോൾ ക്ലോസ് ആവും സ്പെയർ പാർട്സിൻ്റെ ഷോപ്പൊക്കെ. അന്നേരം അതനുസരിച്ച് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാലും നമ്മൾ സ്പെയർ പാർട്സൊക്കെ വാങ്ങിച്ച് ഇടാനായിട്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ മൺഡേയിലേക്ക് വരാൻ പറയും. അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. കാര്യം ഞാൻ ഈ യൂട്യൂബിൽ കേട്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാർ എടുക്കാൻ പോകുമ്പം അവർ പറയണം, അബീസെ വണ്ടിക്ക് 1 year MOT ഉണ്ട്, ഞാനങ്ങ് വണ്ടി എടുത്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു നമ്മൾ വണ്ടി ഒരു യൂസ്ഡ് കാർ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഒത്തിരി കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് മെയിനായിട്ടുള്ളത് നമ്മുടെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാം. പെട്ടെന്ന് ചാടിക്കയറി ഒരാൾ പറഞ്ഞിട്ട് ആ വണ്ടി നല്ല ചാടിക്കയറി എടുക്കരുത്. നമുക്ക് അറിയാവുന്ന വണ്ടി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അറിയാവുന്ന ആരെങ്കിലും ടെക്നീഷ്യന്മാർ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഒന്ന് അഡ്വൈസ് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് കാണിച്ചത് നല്ലതാണ്. ശരിയാണ്. കാര്യം MOT ഒരിക്കലും ഒരു ലാസ്റ്റ് വാക്കല്ല. കാര്യം ചില സ്ഥലങ്ങളിൽ നിന്നും MOT എടുത്ത് വണ്ടി 10 മൈൽ ഓടുമ്പോൾ തന്നെ ബ്രേക്ക് ഡൗൺ ആയി റോട്ടിൽ കിടന്ന കേസുകൾ ഞാൻ കേട്ടു. അതിവിടെ MOT അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് പറയുന്നത്. ശരിയാണ്. എങ്കിലും തന്നെ നമ്മളൊരു വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ള ഇതായിട്ടല്ല, നമുക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ വലിയ വലിയ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലും മറ്റുള്ളതിലൊക്കെ ചെയ്തു വരുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും MOT ഒരിക്കലും ഒരു ലാസ്റ്റ് വാക്കല്ല. വണ്ടി എടുക്കുന്നവർ നിങ്ങൾക്ക് അറിയാവുന്ന വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ആരെയും കൊണ്ടെങ്കിലും നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. MOT ഉണ്ടെന്നും പറഞ്ഞാൽ ചാടിക്കയറി വണ്ടി എടുക്കരുത്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോണേന്ന് നമുക്ക് പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി കണ്ടു, നമ്മൾ ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ വണ്ടി എന്തുമാത്രം ഓടിയിട്ടുണ്ട്, എത്ര പേര് പ്രീവിയസ് എത്ര ഓണേഴ്സ് യൂസ് ചെയ്തതാണ് കാര്യങ്ങൾ, ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ, അത് വല്ല കാറ്റഗറി ഉള്ള വണ്ടിയാണോ, അതെല്ലാം ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി വണ്ടികൾ ഈ കാറ്റഗറി വണ്ടികൾ വരുന്നുണ്ട്. അത് ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മുടെ ആൾക്കാർ വന്ന് 1000 പൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ 1500 പൗണ്ട് പെട്ടെന്ന് ചാടി കയറി വണ്ടി എടുത്ത്, വണ്ടിയുടെ ബോഡിയൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ കണ്ടത്. പിന്നെ അതുകൂടാതെ തന്നെ എസ് ലെറ്റർ നമ്പർ പ്ലേറ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എസ് ലെറ്റർ വരുന്ന ഈ നമ്പർ പ്ലേറ്റിൽ ഫസ്റ്റ് എസ് ലെറ്റർ വരുന്നത് സ്കോട്ട്ലാൻഡ് വണ്ടികൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് കൊറഷൻ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇവിടത്തെക്കാളും തണുപ്പ് കൂടുതലാകുമ്പോൾ അതനുസരിച്ച് അവർ സോൾട്ട് സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച് ഇത് ഇതിന് അടി ഇതായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി ഒരു കഷ്കായിയാണ്, ഇതിങ്ങനെ സ്കോട്ട്ലാൻഡ് വണ്ടിയാണ്. അത് ഇന്നലെ അതിൻ്റെ സസ്പെൻഷൻ ഡാമേജായി. എന്ന് പറഞ്ഞാൽ കൊറഷൻ ചെയ്തുകൊണ്ടാണ് സസ്പെൻഷൻ മൊത്തം വിട്ടുപോയി ഒരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കൊറഷൻ, നമ്മൾ അറിയത്തില്ല. വണ്ടി ബോഡിയൊക്കെ ഓക്കെ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇതായിരിക്കും, പക്ഷേ സംഗതി ഭയങ്കര കൊറഷൻ, ഡീപ്പായിട്ടുള്ള കൊറഷനാണ്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് കൂടാതെ വണ്ടി ഇടിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ ഇപ്പം അതിനെപ്പറ്റി അറിയാവുന്നവർ മെയിനായിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ മൈലേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൈലേജ് നമ്മൾ മൈലേജ് കൂടിയതനുസരിച്ച് വണ്ടിയുടെ തേയ്മാനം, എഞ്ചിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓടിച്ച് നോക്കുക, നമ്മൾ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു ഓടിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ചും ഡീസൽ വണ്ടികളാണെങ്കിൽ ഓടിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്യാതെ ആ എഞ്ചിൻ്റെ ഓയിലടിക്കുന്ന ക്യാപ്പ് ഉണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് സ്മോക്കായിട്ട് ഭയങ്കര പ്രഷറിൽ സ്മോക്കായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കരുത്. പിന്നെ അതുമല്ല അതിൻ്റെ മേളിൽ കൈ വെച്ച് നോക്കുക, അത് ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് കളിക്കാച്ച് നമ്മുടെ കയ്യിൽ ഓയിൽ അടിക്കുന്നുണ്ടെങ്കിൽ എടുക്കരുത്. എന്നുവെച്ചാൽ ഭയങ്കര കംപ്ലയിൻറ്റ് ഡീസൽ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ DPFൻ്റെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഈ DPF കംപ്ലയിൻറ്റ് വരുന്നതിലെ ഈ എക്സോസ്റ്റ് ഫ്യൂംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ എക്സോസ്റ്റ് ലൈനിൽ കൊടുക്കുന്ന ഒരു ഫിൽറ്ററാണ്. അന്നേരം ഇത് ഹൈഡ്രോ കാർബൺ കയറിയിട്ട് ഇത് ബ്ലോക്കായിട്ട് റീകംപ്രഷനായിട്ട് എൻജിൻ ഇപ്പോൾ എക്സോസ്റ്റ് പുറത്തോട്ട് പോകേണ്ട എക്സോസ്റ്റ് എൻജിനകത്തോട്ട് പോകും. അന്നേരം അത് ഓയിലിലേക്ക് മറ്റുള്ള എൻജിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അന്നേരം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയെടുക്കേണ്ടതാണ്. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ചാടി കയറി വണ്ടി എടുക്കരുത്. ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ട് ഓടിച്ച് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആരെങ്കിലും ടെക്നീഷ്യന്മാരെ അറിയാവുന്നവരെ ജസ്റ്റ് ഒരു അഡ്വൈസ് എങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോയിലും നിൽക്കത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇടിച്ചതാണോ, ബോഡിയുടെ ലൈനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം നോക്കുക. പിന്നെ ഇപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറാം, അതിന് വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എഞ്ചിന്, ഗിയറ്, പിന്നെ ക്ലച്ച്, പ്രത്യേകിച്ച് മാനുവൽ വണ്ടികളാണ് ക്ലച്ച്. പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിച്ച് നോക്കുക, ഈ ഷിഫ്റ്റിങ് കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണോ, ഇടിപ്പുണ്ടോ. നമ്മളിപ്പം ഓട്ടോമാറ്റിക് ഡ്രൈവിലിട്ട് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പം ക്ലച്ചിന് തേയ്മാനോ അതിന് അകത്തെ ക്ലച്ച് സിസ്റ്റത്തിന് തേയ്മാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ഇടിപ്പ് വരും. അത് കറക്റ്റ് ഷിഫ്റ്റിംഗ് ആണോ, നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് കറക്റ്റ് ഷിഫ്റ്റ് ചെയ്താണോ വണ്ടി സ്പീഡ് കൂടി പോകുന്നത്, നമ്മൾ അതൊക്കെ ശരിക്കും ചെക്ക് ചെയ്യണം. തിരിച്ചും ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ പണിയാൻ പോയി നല്ല പൈസ. സർവീസ് ചെയ്യാനായിട്ട് ഇപ്പം ഫസ്റ്റ് ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളി നമ്മൾ നോക്കും. നമ്മളിപ്പം എൻജിൻ ബേയൊക്കെ നമ്മൾ നോക്കി ഇവിടെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ സംഗതികൾ, നമ്മളിപ്പോൾ ഒരു സർവീസ് ചെയ്യാൻ പോകുന്ന വണ്ടിയല്ലേ, ഇതിൽ ഓയിൽ ലീക്കോ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കുക. നമ്മൾ വിഷ്വലായിട്ട് നമ്മൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഫാന് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ റേഡിയേറ്ററിൻ്റെ ലീക്കോ കാര്യങ്ങളോ ഇതുകൊണ്ടോ നോക്കുക. ഇതിൻ്റെ ഡ്രൈ ബെൽറ്റ് നമ്മൾ ഡ്രൈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ടൈം ബെൽറ്റ് അല്ല ഡ്രൈ ബെൽറ്റിൻ്റെ കണ്ടീഷനാണ് നോക്കുക. നമുക്കറിയാം അത് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കട്ടായിട്ട് നമുക്കറിയാം. ഇത് നോക്കുക. ഫുള്ളി നോക്കിയതിന് ശേഷം പിന്നെ ആൻറ്റി ഫ്രീസിൻ്റെ ലെവൽ കറക്റ്റാണ് നോക്കുക. ബ്രേക്ക് ഫ്ലൂയിഡ് ഇതെല്ലാം നോക്കുക. ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിൻ്റെ ലെവൽ നോക്കുക. ഇതൊക്കെ ഇതിൻ്റെ ലെവലുണ്ട് മാക്സിമം ഇതുണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക കുറച്ച്, മിനിമം മാക്സിമം ഇതുണ്ട്. ഇതിനും എല്ലാത്തിനും ഇത് ഫുള്ള് ഫില്ല് ചെയ്യുക. അതിന് ശേഷം ഇത് എയർ ഫിൽറ്റർ
എയർ ഫിൽറ്ററൊക്കെ നോക്കുക, എയർ ഫിൽറ്ററിൻ്റെ ഇതൊക്കെ അഴിച്ച് ഡക്റ്റ് അഴിച്ച് നോക്കുക. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നല്ലതാണോ, ഇതാണെങ്കിൽ പിന്നെ അഴുക്കാണെങ്കിൽ അത് മാറുക. പിന്നെ നമ്മൾ വണ്ടി നേരെ മേളിൽ പൊക്കിയിട്ട് അടിയിലാണ് ഇതിൻ്റെ പിന്നെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓയിൽ അഴിച്ചു വിടുന്നതും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പം നമ്മൾ നോക്കുക ടയറിൻ്റെ ഇതിപ്പോൾ ഒരു ഫുൾ സർവീസ് അതിൻ്റെ ഇതാണ്. എന്നിട്ട് നമ്മൾ ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ടയറിൻ്റെ എഡ്ജ് കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഇതാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീൽ നെട്ടും ബോൾട്ടും എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം ബ്രേക്ക് പാഡ് ഇതുണ്ട്, ബ്രേക്ക് പാഡ് തിക്നെസ് ഓക്കെയാണ്, ഡിസ്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ നേരെ മേളിലോട്ട് നോക്കി ഇത് ഷോക്കസറാണ്. ഇതിൻ്റെ കോയിൽ സ്പ്രിങ് ആണ്. കോയിൽ സ്പ്രിങ് നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ MOT ടെസ്റ്റർ ആയതുകൊണ്ടാണ്, അല്ലാതെ മെക്കാനിക്കുകളൊന്നും അത്ര ഇതായിട്ട് നോക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ MOT ടെസ്റ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ എൻഡ് വരെ നോക്കണേ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു റൗണ്ടാണ്. അന്നേരം ഇതിൻ്റെ എൻഡ് ചിലപ്പോൾ ആ എൻഡ് ഒരു ഇത്രയും വെച്ച് ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകും. ഇതിൻ്റെ കറക്റ്റ് ഞങ്ങളെ MOTക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു പറയുന്ന ആ എൻഡ് വരെ നിങ്ങൾ ഫിംഗർ ഇട്ട് നിങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത് നോക്കണം. അതിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒടിഞ്ഞിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു നോക്കും. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ വരുന്ന ഈ റൗണ്ടും നമ്മൾ നോക്കും, കറക്റ്റായിട്ട് നോക്കും. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ സസ്പെൻഷൻ ഓക്കെ ആണെന്നുള്ളത് നോക്കണേ. ഉണ്ടോ, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. സംഗതി വീൽ ബെയറിങ് നോയ്സ് ഉണ്ടോ, ഇല്ല. ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ്. ഇവിടുത്തെ ഇത് വിഷ്വലി ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത് കണക്ക് തന്നെ ഈ റിയറും ഇതൊക്കെ ഓക്കെയാണ്. ഷോക്കസറാണ് ഇവിടെ. ടയർ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പാഡ് ഡിസ്ക് എല്ലാം ഉണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സംഗതി ടയറിൻ്റെ ത്രെഡ് നോക്കുക, ആണിയോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മേളിൽ പൊക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണ്. ഇവിടെ ഇത് റേഡിയേറ്ററാണ്. ഇവിടെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫാന് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ വല്ലതും വാട്ടർ ലീക്കോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ, അതിൻ്റെ മാർക്ക് വല്ലതും ഉണ്ടോ നമ്മൾ നോക്കി. ഓയിൽ ലീക്ക് ഇതിനകത്താണ് ഓയിൽ. ഇതാണ് എഞ്ചിൻ. ഇവിടുന്ന് ഇവിടം വരെയാണ് എഞ്ചിൻ്റെ ചെയ്തിരിക്കുന്നത്. അതിലും എഞ്ചിൻ ഇവിടെ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ, ഓയിൽ ലീക്ക് വല്ലതും ഉണ്ടോ, കാര്യങ്ങൾ ഇതെല്ലാം നോക്കുക. പിന്നെ സബ്ഫ്രെയിമ് കാര്യങ്ങൾ, പിന്നെ ഈ സസ്പെൻഷൻ്റെ ഇന്നർ ഇപ്പം നമ്മൾ ടയറിൻ്റെ പുറത്ത് വെച്ചാൽ ടയർ അഴിച്ചിട്ടല്ലോ. അന്നേരം ഇതാണ് സസ്പെൻഷൻ്റെ ഓരോ ഐറ്റം. സസ്പെൻഷൻ ആമ, ആൻഡ്രോൾ ബാർ ലിങ്ക്, എന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ഷാഫ്റ്റ്, എന്നിട്ട് ഇതെല്ലാം നമ്മളിത് പിടിച്ചൊക്കെ നോക്കണം. ആണോ, മനസ്സിലായി? നമ്മളിപ്പോൾ ഒന്നും അഴിക്കുന്നില്ല. ഇതിനകത്തൊന്ന് നമ്മൾ തന്നെ സർവീസിനകത്ത് നമ്മൾ അഴിക്കോ പിടിക്കോ അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതെല്ലാം വിഷ്വലായിട്ട് നമ്മൾ നോക്കുക. ഇപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇത് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ മൂവ്മെൻറ്റ് എക്സസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത് പൈല്ലേ, അതെല്ലാം വല്ല ഇളക്കം ഉണ്ടോ. ഇതിൻ്റെ ബ്രേക്ക് പൈപ്പുകളാണ്. ഇതാണ് ബ്രേക്ക് പൈപ്പ്. ഇത് ഫ്ലൂയിഡ് വരുന്നതാണ്, നമ്മുടെ ഫ്യൂല് പെട്രോൾ പോകുന്നതാണ് ഈ ലൈൻ വഴി. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ സ്കോട്ട്ലൻഡ് വണ്ടിക്ക് ചേട്ടൻ പറഞ്ഞത് ഇവിടെ മൊത്തം തുരുമ്പായിരിക്കും. മൊത്തം ഈ സസ്പെൻഷൻ ഒക്കെ ഇല്ലേ, ചിലപ്പം ഈ സസ്പെൻഷൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ മാറേണ്ടി വരും. ഈ സബ്ഫ്രെയിം ഒക്കെ നല്ല പൈസയാവും. സബ്ഫ്രെയിം മാറില്ല അത്രയ്ക്കും. എന്നറിയാലേ ഈ പ്രത്യേകിച്ച് MOTയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഫെയിലാവും. നമുക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ MOT സമയത്ത് ഫെയിലാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് കറക്റ്റായിട്ട്